അതായത് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ജാസ്മിന്റെ ഉപ്പ വിളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ പുറത്തുള്ള കോലാഹലങ്ങൾ അവിടെ എത്തിക്കുക എന്നുള്ള ഗ്രാൻഡ് പ്ലാനിന്റെ ഭാഗമാണ് അത് എന്നുള്ളത്. പിന്നല്ലേ, അതായത് എന്ത് പ്രിവിലേജ് ആണ് ജാസ്മിൻ, എന്ത് പ്രിവിലേജ് ആണ് ജാസ്മിനുള്ളത് എന്ന് പറയണത് വേറെ ആരുമല്ല, അരിയണനാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും സായി അറിയായിരിക്കും. ഓക്കെ, സീക്രട്ട് ഏജന്റ്, നമ്മുടെ കാറിനകത്തിരുന്ന് എല്ലാരെയും എടുത്തിട്ട് ഉടുക്കുന്ന ആളാണ് സീക്രട്ട് ഏജന്റ്. സായി ഇപ്പം ബിഗ് ബോസിൽ പോയിട്ടുണ്ട്. അപ്പൊ സായി ബിഗ് ബോസിലൊക്കെ പോയിട്ട് സായി അത്യാവശ്യം ഭയങ്കരമായിട്ടൊക്കെ കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള വിലയും കൂടെ പോയി എന്നുള്ളൊരു മട്ടാണ് കാര്യം. സായി എനിക്കറിയാം, പേഴ്സണലി അറിയാം. ഇതിപ്പോ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായി പുറത്തെ കാര്യങ്ങളെല്ലാം ചെന്നിട്ട് ജാസ്മിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. കാര്യം പുറത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്, എന്തിന് 13 മിനിറ്റോ 14 മിനിറ്റുള്ള വോയിസ് ക്ലിപ്പ് വരെ പുറത്തായെന്നുള്ള സകല ചരിത്രങ്ങളും സായി ഒരു വട്ടം പറഞ്ഞു കൊടുത്തു. അപ്പൊ നമ്മളെല്ലാവരും ചിന്തിച്ചു അത് സായി ഭയങ്കര മൈൻഡ് ഗെയിം ആയിരിക്കും, പിടിച്ചാൽ കിട്ടത്തില്ല, സായി വേറെ ലെവലാന്ന് ചിന്തിച്ചു. വീണ്ടും അത് കഴിഞ്ഞിട്ട് സായിക്ക് ഇന്നലെയും വാണിംഗ് കിട്ടി, സായി ഇനി ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത് വെളിയിൽ കളയുമെന്നും പറഞ്ഞിട്ട് ചെല്ലുമ്പോഴത്തേക്ക് എന്താ പറയണ്ടേ, കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെന്താണ്, പിന്നെ അത്യാവശ്യം നല്ലോണം പെർഫോം ചെയ്യണം. സായി അവിടെ ചെന്നിട്ട് ഒരു വകയും പെർഫോം ചെയ്യുന്നില്ല. ഉള്ള കാര്യം അങ്ങ് തുറന്നു പറയാമല്ലോ, സായി എൻ്റെ ഫ്രണ്ടൊക്കെ തന്നെ. പക്ഷെ എന്നും പറഞ്ഞ് സായി എന്തെങ്കിലും പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊള്ളാം എന്ന് പറയാൻ പറ്റൂ. ഇത് ഒരു രീതിയിലും പെർഫോം ചെയ്യുന്നില്ല. ഇതിന്റെ ഒരു ശരിക്കുള്ള ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായി ശരിക്കും ഒരു ഇൻട്രോവേർട്ടാണ്. കാര്യം സായിയുടെ എല്ലാവരും റിയാക്ഷനും വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുമ്പം നിങ്ങളെല്ലാവരും ചിന്തിക്കും, ഓ സായിക്ക് ഭയങ്കര മാസമുണ്ട്, സായി ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മലമറിക്കും എന്നൊരു ചിന്ത കാണും. ഞാൻ സായിയെ ആദ്യമായിട്ട് കാണുമ്പം എൻ്റെ ഉള്ളിലും ഇങ്ങനെയൊക്കെ കുറച്ച് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരാൾ, അത്യാവശ്യം മീൻസ് എന്താണ്, ഒരു ഇൻട്രോവേർട്ട് ഒന്നും അല്ല, നല്ല പൊളി വൈബൊക്കെ ആയിരിക്കുമെന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ സായിയെ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫംഗ്ഷൻ്റെ ഇടയിലാണ്. അപ്പം സായിയായിട്ട് ഞാൻ സംസാരിച്ചപ്പം എനിക്ക് മനസ്സിലായത് സായി ഭയങ്കര ഒതുങ്ങിക്കൂടി പമ്മി നിൽക്കുന്ന ഒരു ടൈപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അപ്പം ആ ഒരു ടൈമിൽ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം സായി ശരിക്കും ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഇതിപ്പം ആക്ച്വലി ബിഗ് ബോസിലെ ആൾക്കാർ കാണുമ്പോഴത്തേക്ക് കാറിൽ നിന്ന് മാറി റിയൽ ആയിട്ട് സായി എന്താണെന്ന് കാണുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടുണ്ട്. അതാണ് ഇതിനകത്ത് പറ്റിയൊരു സംഭവം. പിന്നെ അളിയും കാണിക്കുന്ന മണ്ടത്തരവും എന്തായി കഴിഞ്ഞാലും കുറെ നാൾക്ക് മുന്നേ, കുറെ നാളല്ലല്ലോ, ഒരു 2-3 ആഴ്ചക്ക് മുന്നേ ജാസ്മിന്റെ വാപ്പ കൺഫെഷൻ റൂമിൽ വിളിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തിൽ സായി ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണുമായിരിക്കും. സായി വന്നിരുന്ന് ഭയങ്കരമായിട്ട് വലിച്ചു കയറുമായിരുന്നു. എന്തോ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് വല്ലതും ഉണ്ടോ ജാസ്മിന്, ഇങ്ങനെ കാണിക്കേണ്ട കാര്യം എന്തുവാ, പിന്നെ അറേബ്യൻ ബേക്കറിയുടെ അവിടെ വെച്ചിട്ട് ജാസ്മിന്റെ വാപ്പയെ കണ്ടു, അവിടെ ചായ പിടിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒരു വീഡിയോസ് ഒക്കെ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടുപോകാം. അവർക്കൊക്കെ അരിഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് തന്നെ മനസ്സിലാവും. അതായത് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ജാസ്മിന്റെ ഉപ്പ വിളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ പുറത്തുള്ള കോലാഹലങ്ങൾ അവിടെ എത്തിക്കുക എന്നുള്ള ഗ്രാൻഡ് പ്ലാനിന്റെ ഭാഗമാണ് അത് എന്നുള്ളത്. ഓക്കെ, ശരിക്കും അത് ബിഗ് ബോസിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നല്ലേ, അതായത് എന്ത് പ്രിവിലേജ് ആണ് ജാസ്മിൻ ഉള്ളത്. എത്രയോ സീസണിൽ എത്രയോ പേർക്ക് സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഉള്ളിലിരിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ഒക്കെ കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഷോന്റെ ക്രെഡിബിലിറ്റി പോവും. അതായത് ഈ ഷോനകത്ത് ഇങ്ങനെ ഉമ്മ വെക്കലും കെട്ടിപ്പിടിക്കലും ഒക്കെ ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഷോനകത്ത് പിന്നെ അത് തുടങ്ങുമ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം, ഓൺ ചെയ്യണം. മാത്രല്ല അത് പറഞ്ഞു കൊടുക്കാനാണ് ഒരു ഹോസ്റ്റ് അതിന്റെ ഉള്ളിലുള്ളത്. ആള് വന്നിട്ടാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ അതിന്റെ ഉള്ളിൽ ആള് ബിരിയാണി കഴിക്കാൻ ഭയങ്കരമായി കൊതി പിടിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ബിരിയാണി കൊടുത്തു വിട്ടാൽ അങ്ങനെ ഉണ്ടാവും. കൺഫ്യൂഷൻ വിളിച്ചിട്ട് ബിരിയാണി കൊടുത്താൽ പോരെ. ഇതിപ്പോ ഒരുമാതിരി എന്താ, ഇവരെന്നെയാണല്ലോ ക്യാമറ സൂം ചെയ്തത് കയ്യും കാലും മറ്റതും മറിച്ചതൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. വേറെ ഒന്നും കാണിക്കില്ലാത്ത മാതിരി 24 hours ഇത് കാണിച്ചിരുന്നിട്ടേ. അപ്പൊ ആക്ച്വലി ബിഗ് ബോസിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ലവ് സ്ട്രാറ്റജി വർക്ക് ചെയ്യിച്ചിട്ട് അത് പുറത്ത് വർക്ക് ചെയ്യിക്കാന്നായിരുന്നു. ഒരു പരിധി വരെ സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷെ ഇതാരായി പറയുന്നേ, നിങ്ങൾ തന്നെ പറ. സായി ഇത് ആക്ച്വലി എന്താ ശരിക്കും പറഞ്ഞു ഉദ്ദേശിക്കുന്നത്? സായി പറഞ്ഞ കുറച്ച് ഡയലോഗുകൾ കണ്ടോ, എന്ത് സ്പെഷ്യൽ പ്രിവിലേജ് ആണ്, ഈ ഷോയ്ക്ക് എന്ത് ക്രെഡിബിലിറ്റി ഉണ്ട്. അളിയ നിനക്കിപ്പോ ശരിക്കും പറഞ്ഞാൽ എന്ത് ക്രെഡിബിലിറ്റി ഉണ്ട്? നിന്നെ ആക്ച്വലി ആൾക്കാർ ഭയങ്കര രീതിയിൽ റിയാക്ട് ചെയ്യുന്നു. നീ ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണെന്നും പറഞ്ഞ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷെ സായിൽ നിന്ന് ഒരു ഗെയിമും വരുന്നില്ല. ഇപ്പൊ ഇതിപ്പം കുറെ ആൾക്കാരൊക്കെ വന്നിട്ട് ഞാൻ റിയാക്ട് ചെയ്യുന്നുണ്ട്. കാറിലിരുന്ന് പറയുന്ന കണക്കല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിലോട്ട് ചിലപ്പോൾ ഉള്ള കാര്യം തന്നെ. അതിനകത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് യോജിക്കുന്നത്. കാറിൽ ഇരുന്നിട്ട് നമ്മൾ ഓരോരുത്തരെ വലിച്ചു കയറുന്ന കണക്കല്ല. ശരിക്കും നമ്മളായിട്ട് ചെന്ന് എന്തെങ്കിലും കാണിച്ചു കൊടുക്കണം. അപ്പൊ അഖിൽമാരാറിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഹേറ്റേഴ്സിനെ വെച്ചിട്ട് അഖിൽമാരാർ അവിടെ ചെന്നിട്ട് ഫാൻസ് ആക്കിയതാ. അതൊക്കെ മാരാറിന്റെ സത്യം പറഞ്ഞ കഴിവ് തന്നെ. എന്തായി കഴിഞ്ഞാലും ഈ പറയുന്ന സായിയുടെ വൈഫ് തന്നെ സായിയെ ഊക്കിയിട്ടുണ്ട്. സായിയുടെ വൈഫ് സ്നേഹയ്ക്ക് പോലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് സായി അതിനകത്ത് കാണിക്കുന്നത്? ആദ്യത്തെ 2 ദിവസമൊക്കെ സ്നേഹം എന്ന് പറയുന്നത് എന്തോ മൈൻഡ് ഗെയിം കളിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ നൈസായിട്ട് അത് മാറ്റിയിട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം.
മോയെ അത് ആർക്കത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ? ആർക്കുമല്ല, എന്റെ ഭർത്താവ് സായിക്ക് തന്നെയാണ് ഈ മോയെ സംഭവം ഉണ്ടായത്. സായിക്ക് അങ്ങനെ ഒരു ലാസ്റ്റ് വാണിംഗ് കിട്ടിയിരിക്കുന്നു ഗൈസ്. എന്താന്ന് വെച്ചാല് ബിഗ് ബോസിന് തന്നെ ചിലപ്പോൾ ദേഷ്യം വന്നിട്ടുണ്ടോ, എന്താണ് സായി അവിടെ ചെയ്യുന്നത്, പുറത്തത്തെ കാര്യങ്ങൾ ഫുള്ള് അകത്ത് പറയണമെന്ന് ഒരു വല്ല നിർബന്ധമുണ്ടോ? ഇതൊക്കെ ഗെയിം അറിഞ്ഞിട്ടല്ലേ സായി പോയിരിക്കുന്നത്. പിന്നെ എന്തിനാണ് പുറത്തത്തെ കാര്യങ്ങൾ സായി അവിടെ ചെന്നിട്ട് എല്ലാവരോടും പറഞ്ഞത്? അതിന്റെ ഇടയ്ക്ക് നോറേനോടും പറഞ്ഞു എന്തോ സംഭവം, ഫാമിലിന്റെയും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, ജാസ്മിനെയും പറഞ്ഞു. കാരണം ജാസ്മിനൊക്കെ അത് ഗെയിമായിട്ട് ചിലപ്പോൾ അറിയാം, അല്ലെങ്കിൽ ഗെയിം ആവും, അല്ലെങ്കിൽ അറിയാനുള്ള ത്വര ഉണ്ടാവും ചിലപ്പോൾ എന്തൊക്കെയാ പുറത്ത് നടക്കുന്നുള്ളത്. സായി പക്ഷെ ഇതൊക്കെ എന്തിനാ പുറത്ത് അവിടെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെ എന്തായാലും എന്താ ബിഗ് ബോസിന്റെ ഒരു ലാസ്റ്റ് വാണിംഗ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഉറപ്പാണ് ലാലേട്ടൻ നിന്ന് പൊരിക്കും. സായിന് എന്തായാലും ലാലേട്ടൻ ചീത്ത പറയുന്നത് നല്ല 100% ഉറപ്പാണ്. അങ്ങനെയെങ്കിലും സായിക്ക് കുറച്ച് മനസ്സിലായി കഴിഞ്ഞാലേ സായി ഇതൊന്ന് പറച്ചിൽ നിർത്തുമെന്നാണ് എന്റെ, നിർത്തിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ബിഗ് ബോസ് ഇങ്ങോട്ട് പെട്ടിയും കൊടുത്തയച്ച് ഇങ്ങോട്ട് വിടും. അതിനേക്കാൾ നല്ല സായി അതിനെക്കുറിച്ച് മിണ്ടാതിരുന്ന് ഗെയിം നന്നായി അടിപൊളിയായിട്ട് കളിക്കുകയാണ് വേണ്ടത്. ഇപ്പോഴേ ഗബ്രീന്റെയും ജാസ്മിന്റെയും കൂടെ കൂട്ടിയിട്ട് ഫുള്ള് പറച്ചിലാണ്. കാരണം എല്ലാവരുടെയും എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ചാൽ സായി പോണു, ഗബ്രീനെയും ജാസ്മിനെ തെറ്റിക്കണു, അടി ഉണ്ടാക്കണു എന്താന്നുള്ളത്. പക്ഷേ അത് ഒന്നാമത് എന്താന്ന് വെച്ചാല് ഈ ഗബ്രീനും ജാസ്മിനോടും ആരടി ഉണ്ടാക്കിയാലും പുറത്ത് നല്ല ഫാൻസ് ആണ്. അതിപ്പോ കണ്ടില്ലേ, ഇന്നലെ നന്ദന വന്ന് അടി ഉണ്ടാക്കിയപ്പോഴും നന്ദന ആദ്യം വന്നപ്പോ ഓവറാണ് പറഞ്ഞിട്ടും ജാസ്മിനായിട്ടുള്ള അടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ നന്ദനയ്ക്ക് ഫാൻസ് വന്നു. അപ്പൊ ഗബ്രീനെയും ജാസ്മിനെ ആര് എതിർത്ത് നിൽക്കണം, അവർക്കൊക്കെ ഭയങ്കര ഫാൻസ് ആണ്. സായിക്ക് അറിയാൻ സംഭവം, പക്ഷെ മേ ബി ഒരു ഗെയിം കളിക്കുന്നുണ്ടാവാം, എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു കുറച്ച് ഇതായിട്ടോ. കാരണം എന്തിനാണ് വാണിംഗ് കൊടുത്തതെന്ന് വെച്ചാൽ ഈ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ മെന്റലി ഡൗൺ ആവാതിരിക്കാൻ അറിയില്ല. പക്ഷെ ഇനിയെങ്കിലും സായി അത് കണ്ടിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഗെയിം കളിച്ചാൽ അടിപൊളിയാവും. അതാണ് എന്റെ ഒരു പെർസ്പെക്ടീവിൽ ഞാൻ പറഞ്ഞ എന്റെ അഭിപ്രായം. സ്നേഹ വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് കേട്ടോ. കാര്യം ഇപ്പം ഹസ്ബൻഡ് ആണെങ്കിലും സ്നേഹ അതിന് പ്രത്യേക ഒരു രീതിയിലൊന്നുമല്ല. സ്നേഹ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. എന്തിനാണ് കാണിക്കുന്നത് പുള്ളിക്കാരത്തി ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു ഉള്ള കാര്യം തന്നെ. അത് ആർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാണുമ്പോഴത്തേക്ക് നമ്മൾ ഈ ശരിക്കും പറഞ്ഞ റിവ്യൂ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യണം. നമ്മൾ ഈ കാര്യം എന്താണ്, നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്താലും നല്ലതെന്ന് മാത്രം പറയാതെ. കാര്യം ഞാൻ തുടക്ക സമയത്ത് ഞാൻ ജാസ്മിനെ അത്യാവശ്യം നല്ലോണം സപ്പോർട്ട് ചെയ്തതാണ്. പിന്നെ ജാസ്മിന്റെ ഗെയിമും ജാസ്മിൻ അതിനകത്ത് കാണിക്കുന്നതും ശരിയല്ലെന്ന് തോന്നിയപ്പോഴാണ് ഞാനത് മാറ്റിയത്. ജാസ്മിന്റെ ഗെയിം പ്ലേ ശരിയല്ല. ജാസ്മിൻ ഇനി നല്ലോണം കളിച്ചു കഴിഞ്ഞാൽ നല്ലോണം തന്നെ സപ്പോർട്ട് ചെയ്യും. അതിപ്പോ എല്ലാ റിവ്യൂവേഴ്സും അങ്ങനെ തന്നെയാണ്. ഒട്ടുമിക്കപ്പെട്ട BB റിവ്യൂ ചെയ്യുന്ന എല്ലാവരുമാണ്. അല്ലാതെ ഒരാളെ മാത്രം മനഃപൂർവ്വം തകർക്കാൻ വേണ്ടി ഒരു മനുഷ്യരും ചെയ്യുന്നതല്ല. എന്താ കഴിഞ്ഞാലും ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബിഗ് ബോസിനെ പറ്റിയിട്ട് യാതൊരു കാര്യങ്ങളും സംസാരിക്കാത്ത വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു, സഞ്ജു ടെക്കി വരെ വന്നിട്ട് ഇന്നലെ ഊക്കിയിട്ട് പോയി. അതും കൂടെ ഒന്ന് കാണാം. വല്ല ആവശ്യം ഉണ്ടായിരുന്ന മര്യാദക്ക് ഇതേപോലെ വണ്ടിക്കകത്ത് കയറി വെച്ച് വല്ല റിവ്യൂ അടിച്ചിരുന്നേച്ചാ പോയിരുന്ന അവിടെ പോയിച്ചും ജാസ്മിൻ ഏജന്റായി മാറിക്കണം. നാണമില്ല അല്ലേ? ഏതാണ്ട് പുലിയായിട്ട് പോയവരാണ് പോയി എലിയായിട്ട് മാറിയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു നാണമില്ലാത്ത പുറത്തു ഉള്ള കാര്യം മൊത്തം അകത്ത് പോയി ആ പെൺകൊച്ചിനോട് പോയി പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഒരാവശ്യമില്ലായിരുന്നില്ല. ഈ അരിയണ്ണന്റെ വില പറഞ്ഞു സീക്രട്ട് ഏജന്റ് അല്ല, ജാസ്മിൻ ഏജന്റ് വേണമെന്ന് വേണം പറയാൻ. ഈ എന്ത് നാണയില്ലാത്ത പരിപാടിയാണ്. സഞ്ജു വരെ എടുത്തിട്ട് നോക്കി. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സായിയായിട്ട് തന്നെ കേട്ടോ. സായിയുടെ കുറെ കോമഡി സീനുകളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയത്തില്ല, സായിയുടെ ഒരു ഗംഭീര ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ. അതൊന്ന് കണ്ടുനോക്കാം കേട്ടോ. സായി ഭയങ്കര സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ ആളിയെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നതെല്ലാം കോമഡി ആയിട്ടാണ് കേട്ടോ മാറുന്നത്. കാര്യം ഭയങ്കര മാസ് കുത്തിയിട്ടൊക്കെ സായി എന്തൊക്കെയൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഇനിയെങ്കിലും വരുന്ന ദിവസങ്ങളിൽ നോക്കാം സായി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ. എനിക്ക് ആ ഡിബേറ്റിന്റെ ടാസ്ക് ഒക്കെ വന്നപ്പോൾ സായിക്ക് ഇത്രയും കൂടെ നല്ലോണം പെർഫോം ചെയ്യേണ്ട ആയിരുന്നു. പക്ഷെ സായി ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ഇപ്പം കുറച്ച് മുന്നേ ജിൻഡു ആയിട്ടൊക്കെ എന്തോ അടി അടക്കുന്നുണ്ട്. ആ ഒരു ഇതിനകത്തും സായി ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. പക്ഷെ ആ ഒരു എന്താ പറയണ്ട, ആ ഒരു ഫയർ വരുന്നില്ല. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സായി ഭയങ്കര എന്താ ചെന്നപ്പം തൊട്ടേ ഭയങ്കരമായിട്ട് ബാക്ക് പിടിച്ച് കിടക്കുക. ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് എന്നുള്ള രീതിയിൽ. പൊതുവെ ഇൻട്രോവേർട്ട് ആണ്, പക്ഷെ എന്നാലും എല്ലാ കാര്യങ്ങൾക്കും ഒരു ബാക്ക് പിടിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സായി പോയി അത് സോൾവ് ചെയ്ത് വിടാനായിട്ട് ശ്രമിക്കുന്നു. എന്തോന്നുള്ളത്, നമ്മൾ നന്മവാരം കളിക്കാനാണ് നമ്മൾ ബിഗ് ബോസിനകത്തോട്ട് ചെല്ലുന്നത്. എന്നിട്ട് പുറത്ത് ഇൻഫർമേഷൻസും എല്ലാം പാസ് ചെയ്ത് കഴിഞ്ഞ് ഉള്ള ഗെയിം മൊത്തം കളഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണത്തിനൊന്ന് റിവ്യൂ ചെയ്യുന്നതായിരുന്നു നല്ലത്. വെറുതെ അങ്ങോട്ട് പോയി ഉള്ള വില കൂടെ കളയണ്ടായിരുന്നു. കാര്യം ഇനിയിപ്പോൾ പുറത്ത് വന്ന് ഇനി ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ആരെങ്കിലും എടുത്ത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഉറപ്പായിട്ടും വന്ന് കമന്റ് ഇടും. നീ ഇപ്പം അവിടെ ചെന്നിട്ട് എന്തോ കാണിച്ചത് നമ്മളെല്ലാവരും കണ്ട്, നീ ഇനി കൂടുതൽ ഡയലോഗ് അടിക്കണ്ടെന്നേ ആൾക്കാർ പറയത്തുള്ളൂ. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിവേ ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.